എന്റെ പൊന്നു ബ്രോ, പൊളിക്കാം പൊളിക്കാം പൊളിച്ചടുക്ക ഗൈസ്. മേളിലോട്ട് പിന്നെ കേറി പോട്ടോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഗൈസ്. അപ്പോ കുറച്ച് നാളുകൾക്ക് ശേഷം നമ്മൾ അടുത്ത ട്രിപ്പ് പോവാണ് ഗൈസ്. അപ്പോ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നമ്മുടെ ഒരു കിടില സ്പോട്ടാണ് നമ്മുടെ ഇടുക്കിയിലുള്ള. ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും. നമ്മൾ ഇടുക്കിയിലുള്ളൊരു കിടക്കാച്ചി സ്പോട്ടിലേക്കാണ് പോകുന്നത്. സമയം ഏകദേശം ഉച്ചയായി. ഞങ്ങള് രാവിലെ പോകുന്ന കേട്ടോ. ഇപ്പൊ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ ഫുള്ളാക്കി ഒരു സെവണപ്പൊക്കെ കുടിച്ച് വൈബായിട്ട് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്ലൈമറ്റിന്റെ കാര്യത്തിൽ പറയുവാണെങ്കിൽ ഒരു കിടിലൻ ക്ലൈമറ്റ് തന്നെ നമുക്ക് ഇടുക്കിയിലുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഒരു എറണാകുളം അല്ലെങ്കിൽ ബാക്കിയുള്ള സ്ഥലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ചൂടിന്റെ കാര്യത്തിൽ വല്ലാത്തൊരു കുറവുണ്ട് നമുക്ക്. നമ്മൾ ഏകദേശം ഒരു എറണാകുളത്തു നിന്നൊക്കെ ഞങ്ങൾ രാവിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് പുറപ്പെട്ട് പോകുന്നത്. അപ്പോൾ പോന്നു കഴിഞ്ഞപ്പോ വരുന്ന വഴിക്കെല്ലാം ഞങ്ങൾ ഭയങ്കരമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുവായിരുന്നു, ഭയങ്കര ചൂടാണ്, ഭയങ്കര സീനാണ്, ഇടുക്കിയിലെ അവസ്ഥ എന്തായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, ഇടുക്കിയിലെ അവസ്ഥ ഭയങ്കര ശോകമായിരിക്കും എന്നൊക്കെ പറഞ്ഞു വന്നാണ്. വെയിലുണ്ടെങ്കിൽ പോലും ഇവിടുത്തെ ഈ മരങ്ങളുടെ തണല് നമ്മൾ വളരെയധികം നല്ല ഒരു കിടില വൈബ് തന്നെ നമുക്ക് തന്നുണ്ട്. നല്ലൊരു ചെറിയൊരു തണുപ്പും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. അപ്പൊ പോകുന്ന സ്ഥലത്തെ പറ്റി ഒന്നുകൂടെ വിശദമായിട്ട് നമുക്ക് ചെല്ലുമ്പോൾ കാണാം. പേര് ഞാൻ പറയാം, നമ്മുടെ സ്വന്തം ചതുരംഗപ്പാറയിലേക്കാണ് നമ്മൾ പോകുന്നത്. ഞാൻ ബ്ലോഗ് നമ്മുടെ ഈ ചാനലൊക്കെ തുടങ്ങുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് അല്ല, എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാള് എന്നോട് അവിടെ പോയി വ്ലോഗ് ചെയ്യാനൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആള് പോയ ഫോട്ടോസൊക്കെ എന്നെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. വളരെ ഇൻസ്പിറേഷൻ തോന്നി പോകുന്ന ഒരു സ്ഥലമാണ്. കാര്യം എന്താ വെച്ചാൽ ഒരുപാട് വിൻമില്ലുകളും കാര്യങ്ങളൊക്കെ നിൽക്കുന്ന ഒരു കിടില സ്പോട്ട് തന്നെയാണ് നമ്മുടെ ഈ ചതുരംഗപ്പാറ എന്ന് പറയുന്നത്. ആദ്യം ഞങ്ങൾ രാവിലെ വേറെ സ്ഥലം പോകാന്നൊക്കെ പ്ലാൻ ചെയ്തിട്ട് ഇരുന്നെങ്കിലും ഒരു അൺഎക്സ്പെക്ടഡ് ട്രിപ്പ് എന്നുള്ള രീതിയിൽ രാവിലെ ബ്രോ വിളിച്ച് പോവാന്ന് പറയും. അതിന് ഒരാഴ്ച മുന്നേ ഞാൻ ബ്രോഡ് എടുത്ത അതിന്റെ ലൊക്കേഷൻ, നമ്മുടെ ചതുരംഗപ്പാറയിലെ ലൊക്കേഷൻ അയച്ചിട്ട് ബ്രോഡ് എടുത്ത് പറഞ്ഞു, ബ്രോ നമുക്ക് ഇങ്ങോട്ട് വിട്ടാലോ. സാധാരണ ഞങ്ങൾ അങ്ങനെയാണ്, ഏതൊരു സ്ഥലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വിട്ടാലോ എന്ന് വെച്ചൊരു മെസ്സേജ് ഇടും വാട്സപ്പിൽ. പിന്നെ അതിനെപ്പറ്റിയുള്ള ചർച്ചകളായി പിന്നെ നമ്മൾ അങ്ങോട്ട് പോകും. അപ്പൊ അതുപോലെ ചോദിച്ചൊരു സ്ഥലമാണ് മറ്റേ ഈ സ്ഥലം എന്ന് പറയുന്നത്. ഏതായാലും നമുക്ക് ഏകദേശം ഒരു 12 മിനിറ്റ്, അതായത് ഒരു 7.3 കിലോമീറ്റർ കൂടെ നമ്മളിത് ഈ വഴി പോയി കഴിഞ്ഞാൽ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നതായിരിക്കും. ഒരു കിടില എക്സ്പീരിയൻസ് തന്നെ നമുക്ക് അവിടെ കിട്ടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം എനിക്ക് മഞ്ഞുള്ളപ്പോഴൊന്നും നമ്മുടെ ഈ ഹിൽ സ്റ്റേഷനിലൊന്നും പോകാൻ താല്പര്യം ഉണ്ട്. പക്ഷെ എങ്കിലും നമ്മൾ അവിടുത്തെ വ്യൂ കാണണമെങ്കിൽ മഞ്ഞുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഇപ്പൊ നമുക്ക് മഞ്ഞും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം നിങ്ങൾക്ക് ഒരു വേനൽക്കാലമാണ്. വൈകുന്നേരങ്ങളിൽ ചില സ്ഥലങ്ങളിൽ നമുക്കിപ്പോ മഴയും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. ഇങ്ങോട്ട് മഴ വരുമോ എന്ന് അറിയത്തില്ല. അപ്പൊ ചതുരംഗപ്പാറ നമുക്ക് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഞാൻ വർണ്ണിച്ചൊന്നും പോകുന്നില്ല അങ്ങോട്ട്. ചതുരംഗപ്പാറ നമുക്ക് പോയി കഴിഞ്ഞാൽ അവിടെ നമുക്ക് ചതുരംഗപ്പാറ നിൽക്കുന്നത് കേരളത്തിലും വ്യൂ കാണാൻ പറ്റുന്നത് തമിഴ്നാട്ടിലുമാണ്. നമ്മുടെ കണ്ടം പോലെ ഇങ്ങനെ വെട്ടിയുള്ള പിന്നെ വിൻമിൽസ് അങ്ങനത്തെ ഒരു കിടിലും കാഴ്ച നമുക്ക് അവിടെ ഉണ്ടെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഞാനും നമ്മുടെ സ്വന്തം എബി ബ്രോയും ഉണ്ട്, നമ്മുടെ ട്രാവൽ പാർട്ണർ, നമ്മുടെ സ്വകാര്യ ട്രാവലുകളിൽ ബ്രോ. എവിടെ ബ്രോ? ബാംഗ്ലൂർ എവിടെ? ബോംബെ ഒക്കെ പോയി അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ബ്രോയുടെ ചാനലിൽ വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പൊ കുറെ പേരൊക്കെ എന്റെ ചാനൽ കാണുന്ന കുറച്ച് പേരൊക്കെ ബ്രോയുടെ ചാനലുകൾ കാണാറുണ്ടെന്ന് എനിക്കറിയാം. അപ്പോ അങ്ങനത്തെ കാഴ്ചകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പൊ നമുക്ക് ഏതായാലും പോവാം. കുറച്ച് ദൂരം കൂടെ ഉള്ളൂ. കുറച്ചും കൂടെ ചെന്നിട്ട് നല്ല കാഴ്ചകളൊക്കെ തുടങ്ങുമ്പോൾ നമുക്ക് കാണാം. ഓക്കെ. അയ്യോ, ഇവിടെ ഒന്നുമില്ല. ഇത് കൂടെ ആണോ എന്ന് ഡൗട്ട് ഉണ്ട്. എഴുതിട്ടുണ്ടോ? നമ്മളേതായാലും ഈ കാട്ടിക്കടന്ന് കയറി പോകട്ടെ മച്ചവര്. ചാടെന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ടാണ് സത്യം പറഞ്ഞാൽ. ചെറിയ ഓഫ് റോഡിങ് ആണ്. സീനില്ല, വഴി ചെറിയ ഓഫ് റോഡ് ഉണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ കല്ലും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. സത്യം പറഞ്ഞ ഓഫ് റോഡ് പ്രതീക്ഷ അല്ലാട്ടോ വന്നേ. നമ്മള് നല്ലൊരു റോഡ് പ്രതീക്ഷ, കുറച്ച് നടക്കാനുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷയാണ് വന്നേ. പക്ഷെ ആളും അർത്ഥമില്ലാത്ത ഇത് കൂടെ നമ്മൾ കയറി പോകുന്നത് എന്ത് വിചാരിച്ചാന്ന് എനിക്കറിയില്ല. ഏതായാലും കുറച്ച് കയറിപ്പോയി നോക്കാം എന്താ അവിടുത്തെ സിറ്റുവേഷൻ എന്നൊന്നും അറിയാലോ. വണ്ടി ഏതായാലും നല്ല രീതിക്ക് സഹകരിക്കുന്നുണ്ട് നമ്മുടെ പങ്കാളി. വേറെ നമുക്ക് വേറെ കൺട്രോളിംഗ് ആണ്. എന്റെ വണ്ടി നമ്മുടെ കയ്യിലാണ്, കൺട്രോളിലാണ്. വെയിറ്റ് ഇല്ലാത്തോണ്ടും നമുക്ക് വലിയ കുഴപ്പമില്ലാത്തോണ്ട് ആ ബ്രോയുടെ ആ പുറകിലുള്ള ഇരിപ്പും നമ്മളെ ഓടിക്കുന്നതിന് ശല്യം ചെയ്യാത്ത രീതിയിലുള്ളതാണ്. പൂച്ചയാ സത്യത്തില് ഇത് അങ്ങോട്ടുള്ള വഴിയാണെന്ന് തന്നെ ഡൗട്ടുണ്ട്. ഒരു NS ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ. നമ്മൾ ഏതോ ഒരു അദാമിലാണ് നമ്മൾ വന്നു ചാടിയത്.
നമ്മള് വേറെ എവിടെ വന്ന് അടിയിട്ടോ മച്ചന്മാരെ. ആ വ്യൂ പോയിന്റ്. ആ കേട്ടോ നമ്മള് പുറകാണ് ഒരു വടാറ് റൈഡറാട്ടോ ബാക്കിൽ കറക്കിയൊക്കെ പോകുന്നത്. ആ പോയ 2 ടീംസില്ല, ഒരു V3 പോയില്ല, അവന്മാർ അങ്ങോട്ടാ പോയെന്ന് തോന്നുന്നു കേട്ടോ. വിൻമിൽസ് ഉണ്ടല്ലോ, ഇപ്പൊ തന്നെ നമുക്ക് 1-2 വിൻമിൽസ് കാണാനുണ്ട് കേട്ടോ മച്ചന്മാരെ. ഇങ്ങോട്ട് നോക്കി, ഇത് കണ്ടോ? ഇത് അപ്പൊ അത്യാവശ്യം കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ വിൻമിൽസ് ഈ കറങ്ങുന്നുണ്ടെങ്കിൽ നല്ല കാറ്റുണ്ടെന്ന് കേട്ടോ അർത്ഥം. കാരണം ഈ വിൻമിൽസ് കറക്കാനുള്ള കാറ്റ്, നല്ല ശക്തിയുള്ള കാറ്റ് ഇപ്പൊ നിലവിലുണ്ട്. പിന്നെ വഴി ലേശം ഓഫ് റോഡിങ് ആണ് എന്ന് പറയാം. കാര്യം നല്ല രീതിക്ക് പൊളിഞ്ഞ് കിടപ്പുണ്ട്. ആൾക്കാർ പോയി വന്നിരുന്നു കേട്ടോ. റീചാർജൊന്നും ഇവിടെ പ്രതീക്ഷിക്കുന്നില്ല. ഏതായാലും ഇങ്ങനെയൊക്കെ തന്നെ കിടക്കണം. കാരണം ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വരുമ്പോൾ ഇങ്ങനെയൊക്കെ പൊളിഞ്ഞ് പൊട്ടിക്കിടന്നാൽ അതുകൂടെ നമ്മൾ കയറി ഇറങ്ങി കുറച്ച് അഡ്വഞ്ചറൊക്കെ കളിച്ച് നമുക്ക് വൈബായിട്ട് അങ്ങോട്ട് പോവാം. ഓ ഏതായാലും ഓക്കെ, നമ്മളൊരു വിൻമില്ലിന്റെ അടിയിലേക്ക് പോവാണ്. ഇവിടുത്തെ പ്രദേശങ്ങൾ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഇതെന്നാ പറയോ, നമ്മുടെ കേരളത്തിൽ ഏതായാലും കറണ്ട് നമ്മുടെ ഇവിടെ വെള്ളവും സംവിധാനങ്ങളൊക്കെ, ഇതൊക്കെ തമിഴ്നാട്ടിലേക്ക് വെള്ളവും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഉള്ള, അല്ല വെള്ളമല്ല, തമിഴ്നാട്ടിലേക്ക് കറണ്ടിനായിട്ടുള്ള ഒരു സംവിധാനമാണ് ഇത്. ഇവിടെ എല്ലാ ഇടവഴികളുണ്ട്. കാരണം അങ്ങോട്ട് ബൈക്ക് കയറ്റുന്നോണ്ടാണ് അവിടെ കുഴി എടുത്തിട്ടാണോ സൈഡില്. അങ്ങോട്ട് ഞാൻ നോക്കിക്കൊണ്ടിരിക്കാ ബ്രോ, എന്നെ നോക്കിയാ ബ്രോ, എന്താ പറയുക, എവിടെ ഒരു വ്യൂ ഉണ്ട് കേട്ടോ, അവിടെ ഒന്ന് കയറിട്ട് പോയാലും ബ്രോ. ഇത് കലക്കി പൊളിച്ചു പോകേ ഉള്ളതുകൊണ്ട് നോക്കിച്ചോളൂ. ഞാൻ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടൊക്കെയാ ബ്രോ നോക്കണേ. അയ്യോ പൊന്നു ഗൈസ്, നിങ്ങൾ കണ്ടത് 10,000 അടിയാ ഒരു രക്ഷയില്ല കേട്ടോ. കിടിലം വൈബ് ഇത്. ഓക്കെ എടുക്കാം നമുക്ക്. ഞാൻ ഇവരൊന്ന് കാണിച്ചു നോക്കട്ടെ. എൻ്റെ പൊന്ന് ഗൈസ്, എങ്ങോട്ടൊക്കെ ഇത് കാണുന്ന എല്ലാം തമിഴ്നാടിൻ്റെ പ്രദേശമാട്ടോ. എങ്ങോട്ടൊക്കെ ഇഷ്ടം പോലെ വിൻമിൽസ് നമുക്ക് അവിടെ ഉണ്ട്. പക്ഷെ എന്നെ രസമാണല്ലേ കാണാനായിട്ട്. ഇവിടെയൊക്കെ സൂയിസൈഡ് പോയിന്റ് എന്നൊക്കെ എഴുതി വെക്കണം കേട്ടോ. കാരണം ഇതൊരു സൂയിസൈഡ് പോയിന്റിന് തുല്യമായിട്ടൊരു സ്ഥലമാണ്. ഇതെവിടെ ഒരു വിൻമില്ല്, ഇത് കാറ്റാടി കറങ്ങിക്കൊണ്ടിരിക്കുന്നു. നല്ല കാറ്റുണ്ട്, നമുക്ക് ഫീൽ ചെയ്യുന്നില്ല. പക്ഷെ അത് ഒരു അത്യാവശ്യം ഉയരത്തിൽ കറങ്ങുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇതിങ്ങനെ കറങ്ങുമ്പോണ്ടല്ലോ അതിൻ്റെ അവിടെ നിഴലിങ്ങനെ അടിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നോക്കിക്കേ, ഈ പാറയ്ക്ക് തന്നെ എന്തോ പ്രത്യേകത. കാരണം ഒരുപാട് പാറയിൽ പുല്ലെല്ലാം ഇങ്ങനെ ഉണങ്ങിപ്പോയി. കാരണം വെയിൽ കാരണേ. നമ്മുടെ സാധാരണ നമ്മൾ തമിഴ്നാട് വ്യൂ കാണാൻ പോയിട്ടുള്ള എല്ലാവർക്കും നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. കാരണം തമിഴ്നാട് വ്യൂ എല്ലാം ഇങ്ങനെ കണ്ടം പോലെ ഇങ്ങനെ വെട്ടിയിട്ടേ. കാരണം അവിടെ ഒരു മലയോ കുന്നോ ആകെ ഉള്ളതേ ഒരു കുന്ന് മാത്രം കേട്ടോ. പിന്നെ ആ സൈഡിലൊക്കെ കുന്നെന്ന് പറയുന്നൊരു സംവിധാനമേ ഇല്ല. മൊത്തം ഇങ്ങനെ നിരന്ന് ഇങ്ങനെ കിടക്കുകയാണ് നല്ല. ഗൈസ്, നമ്മളിത് നമ്മുടെ പങ്കാളി, നമ്മുടെ പൈറോ ഇല്ലെന്ന് നമ്മുടെ പങ്കാളിയും കൊണ്ടാട്ടോ വന്നേ. നിങ്ങൾക്ക് കണ്ടപ്പോൾ മനസ്സിലായി കാണും. ആളിരിക്കുന്ന സ്റ്റൈൽ നോക്കി, ആ ഒരു ആംബിയൻസിൽ ഇരിക്കുന്ന നോക്കി, എന്ത് രസമാണ്. ഇനി ഞങ്ങൾക്ക് ഇവിടെ കുറച്ച് ഫോട്ടോസ് എടുക്കണം. നമ്മുടെ സാധാരണ സത്യം പറഞ്ഞാൽ ഈ ട്രിപ്പൊക്കെ പോകുമ്പോഴല്ലോ നമ്മൾ കൂടുതൽ ഫോട്ടോ എടുക്കാനും വൈബാക്കാനും കാര്യങ്ങൾ അടിക്കാനും ഇല്ലേ, അതൊരു പ്രത്യേക മൂടാട്ടോ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ. ഇത് തന്നെ കാര്യം പറഞ്ഞാൽ, ഇത് നമുക്ക് വീട്ടിൽ ഇരുന്നാലോ അല്ലെങ്കിൽ ഒരു ജോലി സ്ഥലത്തിരുന്നാലോ, അത് കഷ്ടപ്പെട്ട് നമ്മൾ എന്ത് പണി എടുത്തോണ്ടിരുന്നാലോ ഈ സംഭവം ഇങ്ങനത്തെ ഒരു കിടിലം വൈബ് സത്യം പറഞ്ഞാൽ കിട്ടത്തില്ല. ഇതിന് നമ്മൾ ഇങ്ങനത്തെ ഓരോ സ്ഥലത്ത് പോകണം. ഇതുപോലെ നമ്മൾ സത്യം പറഞ്ഞാൽ ഒത്തിരി കളിക്കല്ലേ, തോട്ടിലോട്ട് പോകല്ലേ. ഗൈസ്, നമ്മളവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. വിൻമില്ലിൻ്റെ അടുത്ത് നമ്മൾ പിന്നെയും ഫ്രണ്ടിലേക്ക് പോവാണ്. ചെറിയതല്ല, നല്ല രീതിക്ക് ഓഫ് റോഡാണ്. എന്താ ബ്രോ, കയറ്റാനാണോ പ്ലാൻ? ഈ പൊക്കോട്ടേന്ന് ബ്രോ പറയുന്നുണ്ട്. ഒരു കയ്യെ പോകുന്ന അറിയിച്ചിട്ടുണ്ട്. ഓഫ് റോഡ് നമ്മൾ പിന്നാടി ആയതുകൊണ്ട് ബ്രോ ഒത്തിരി വേണ്ട ബ്രോ മേളിലോട്ട്. ആ ശരി, ഏതായാലും നമ്മൾ ആ ഒരു പ്രതിസന്ധി കടന്നിട്ടുണ്ട് കേട്ടോ. ഈ വിന്നിൽ കത്തിപ്പോയാന്ന് തോന്നുന്നു കേട്ടോ. ഇടി വെട്ടിയെങ്ങാണ്ട് പോയാന്ന് എനിക്ക് തോന്നണം. ഇതല്ലേ ബ്രോ? നോക്കി,
കുറച്ച് പേരൊക്കെ നടന്നു പോകുന്നുണ്ട് കേട്ടോ മേളിലോട്ട്. നമുക്ക് ഏതായാലും ഈ അരിക് പറ്റി അങ്ങോട്ട് പോകും. ഇറങ്ങി വരുമ്പോൾ ഉണ്ടാവില്ല അത്. അല്ല സീനിൽ ഇത് കൂടെ കയറി പൊക്കോളൂ. അത്ര ഡിഫിക്കൽട്ടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാണുമ്പോൾ ചെറിയൊരു ഇതായിട്ട് തോന്നുന്നുണ്ട്, പക്ഷെ എന്നാലും കയറി പൊക്കോളും. ഒക്കെ അത്ര കുളം കണ്ടാണ് കയറ്റി അല്ലേ. പുറകിൽ കിള്ള കാച്ചി വൈബുണ്ട് കേട്ടോ. നിങ്ങൾക്ക് മേളിൽ ചെല്ലുമ്പോൾ കാണിച്ചു തരാം. നമ്മളിതിപ്പോൾ ഈ സൈഡിൽ നിന്ന് താഴത്തോട്ട് നോക്കിയാലും വിൻമില്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നല്ല ഇത്ര ഓഫ് റോഡ് ആവുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നെ ജീപ്പ് തന്നെയല്ലേ ഇവിടുന്ന് നമ്മളങ്ങനെ കയറി പോകുന്നത്. ഞാൻ അതൊക്കെ ഫ്രണ്ട് പൊങ്ങി പോയിക്കൊണ്ടിരിക്കുക. ബ്രോ എടുക്കണോ? രണ്ടുപേര് കയറി പോവില്ല, ഞാൻ നടക്കേണ്ട വരും മേളിലോട്ട്. അല്ല ഇത് കൂടെ രണ്ടുപേര് കയറി പോവും. ബ്രോ എടുക്കുവാണെ എന്നെ വെച്ചോണ്ട് പോകണമെന്ന് പറഞ്ഞു. നമ്മൾ ബ്രോയ്ക്ക് വണ്ടി കൈമാറാണ്. ഒരുപാട് ആൾക്കാർ മേളിൽ പോയിട്ട് വരുന്നുണ്ട് കേട്ടോ. കയറിപ്പോകുന്ന തമ്പുരാനറിയാം. നീ കുറച്ച് പേരൊക്കെ അതിനകത്ത് കയറി പോകുന്നുണ്ട്. കയറ്റും എന്നെ വെച്ച് എന്നാ ബ്രോ ടാങ്കിലേക്ക് കയറിക്കോ. ഇതൊരു 1.5 കയറ്റാട്ടോ മച്ചന്മാരെ. അയ്യോ ഇത് കയറി പോവില്ല ബ്രോ, നിർത്തിക്കോ. ഇത് തലം കുത്തി കിടക്കും. എന്റെ പൊന്നടാവേ, വണ്ടി ഓടിക്കുന്നവരല്ല പുറകിരിക്കുന്നുണ്ടല്ലോ. ഇത് അല്പം അതുപോലത്താണ്. ഫ്രണ്ട് ചെറുതായിട്ട് മുങ്ങുന്നോലൊക്കെ ഫീൽ ചെയ്യും കേട്ടോ. ഒന്നും കാര്യമാക്കണ്ട. താഴെയാണ് അന്യായി പോവും. ഇത് ഭയങ്കര രസമായി പോട്ടെ എത്തത്തെ ട്രിപ്പില്ലേ ബ്രോ. ഒരു മിനിറ്റ് ഒന്നും പേടിക്കണ്ട. ഫുൾ സപ്പോർട്ടിന് നമ്മൾ വിടാം. അല്ലല്ല അതിനാണെന്ന് അറിയോ ഫ്രണ്ടിലത്തെ ബ്രേക്ക് ബാക്കിലത്തെ ബ്രേക്കാണ് കാല് വെച്ചേ. ബാക്കിലത്തെ ബ്രേക്കിൽ ഇനി ഫ്രണ്ടിലേക്ക് എടുത്തോ. നിക്ക് അതല്ല വണ്ടി കയറുകയൊക്കെ ചെയ്യും. ഇല്ലെന്നേ ബ്രോ, സിമ്പിളായിട്ട് കയറി പോവും. 2 പേര് കയറി വന്ന് ഇതിനകത്ത് പെട്ടെന്നാണ് പറ്റിപ്പോയത്. ഞാൻ വേണം കയറ്റാന്നേ. ഞാൻ കയറ്റാന്ന്, നമുക്ക് ഒരുമിച്ച് ഇറങ്ങി വരാന്ന്. ബ്രോ കുഴപ്പമില്ല ബ്രോ. എവിടം വരെയുള്ള ഇത് ടാറിങ്ങാ. അത് കഴിഞ്ഞ് ഞാൻ കയറ്റാം സിമ്പിളായിട്ട്. ഇത് തന്നെ കൈ കൊടുത്ത് കയറുക. അങ്ങനെയല്ല ബ്രോ. ചുരുട്ടല്ലേ ബ്രോ. അല്ല ഇത് ഒന്ന് കാട്ടിക്ക്. ഞാൻ കയറ്റാം. ഓഫ് ചെയ്തോ? ഞാൻ കയറ്റാം. ഫസ്റ്റിലിട്ട് കേട്ടെ. വെച്ച കുഴപ്പമില്ല. എവിടം വരെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു സപ്പോർട്ട്. ഇതുണ്ടല്ലോ ബ്രോ. ഏത് കയറിലിട്ടേക്കണേ? ഫസ്റ്റിലിട്ടാണ്. അല്ലല്ല ബ്രോ വിട്ടേ. അല്ലല്ല തള്ളണ്ട ബ്രോ. സിമ്പിളായിട്ട് കയറി പോകോളൂ. ഒരു സീനുമില്ല. കാര്യം എന്നറിയാം, വളരെ സിമ്പിളായിട്ട് നമുക്ക് കയറി പോകുന്നുള്ളൂ. നമ്മൾ ഈ കയറ്റത്ത് നിർത്തുന്ന അത്ര ഉചിതമല്ല. കാര്യം എന്ന് വെച്ചാൽ ഈ കയറ്റം നമ്മൾ നിർത്തി കഴിഞ്ഞാൽ ബ്രോയുടെ കയറ്റി നീ നമ്മൾ പെട്ടു. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഷൂവിലൊക്കെ മൊത്തം പൊടി കേട്ടോ. ഷൂ നോക്കി. ഇത് ഏത് കളർ ഷൂ ഇടവേ? വൈറ്റ് കളർ ഷൂ കുറച്ചിലായി. എൻ്റെ പൊന്നടാവേ, ഈ വെന്നിട്ട് കറങ്ങി നോക്കി. കാറ്റ് പിടിക്കുന്ന സൗണ്ട് നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കൂന്ന് പറഞ്ഞ സൗണ്ടല്ലേ ബ്രോ? കുറുന്നുള്ള സൗണ്ട്. എൻ്റെ പൊന്നെ ഇങ്ങോട്ട് നോക്കിയാൽ മച്ചന്മാരെ എന്നാ രസമുള്ളേ. ടാസ്കുള്ള ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ചെറിയൊരു ഇത് വരത്തുള്ളൂ. എൻ്റെ ഫോൺ ബ്രോയുടെ പോക്കറ്റിൽ കിടന്ന് എണ്ണുന്നുണ്ട്. നോക്കി കൊള്ളം കേട്ടോ. ഏതായാലും ഇതേ സൈഡൊന്നും കിട്ടുന്നല്ലേ ബ്രോ. വെയിലുണ്ടെന്നാലും നമ്മൾ ശരിക്കും അങ്ങോട്ട് പിടിക്കുന്നില്ല വെയിൽ. വലിയൊരു മടുത്തോ. നന്നായിട്ട് പൊടിയായിട്ടോ. തിരിച്ചു ചെല്ലുമ്പോൾ പൊടിയും നമ്മൾ ഇറങ്ങിപ്പോണ്ടിരുന്നു. ഇങ്ങോട്ട് നോക്കി. 1 2 3 4. സത്യം പറഞ്ഞാൽ നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്ന ഈ കാഴ്ച ഉണ്ടല്ലോ, നമ്മളീ കാണുന്ന കാഴ്ച, ഇത് തമിഴ്നാടാണ്. ഇത് കേരളവും അത് തമിഴ്നാടും. കേരള തമിഴ്നാട് ബോർഡറാണ്.
സത്യം പറഞ്ഞ ഈ സ്പോട്ട് എന്ന് പറയുന്നത് കേട്ടോ എൻ്റെ പൊന്നടാവേ സ്വർഗത്തിലോ ഞങ്ങൾ സ്വർഗത്തിലോ അയ്യോ പൊള്ളി പൊളി 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 പൊള്ളി ഒരു രക്ഷയില്ല കിടുക്കം പൊളി. ഹൈറ്റ് അല്ലേ? എനിക്കൊന്ന് 4000 അടി എങ്ങാണ്ട് മുകളിലാണെങ്ങാണ്ട് പറയുന്നത് കേട്ടു ബ്രോ. ഈ മേഘം മൂടിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ എങ്ങാണ്ടുള്ളൂ, അറിയത്തില്ല എന്തോരം ഒന്നും. പക്ഷേ ഇത് തന്നെ സാറ്റിസ്ഫൈഡ് ആട്ടോ, ഹൈലി സാറ്റിസ്ഫൈഡ് പ്ലേസ് ആണ് ചതുരംഗപ്പാറ. വാട്ട് എ ബ്യൂട്ടിഫുൾ പ്ലേസ്. അതും നമ്മുടെ പങ്കാളിനെ കൊണ്ട് കയറി വരാൻ പറ്റുമോ? കാരണം നടക്കേണ്ട ആവശ്യമില്ല, നമുക്ക് തിരിച്ചു പോകുമ്പോഴാണെങ്കിൽ ആൾ സഹായിച്ച് നമുക്ക് വണ്ടിക്കകത്ത് ഇരുന്ന് പോയാൽ മതി. ഇതിൽ കൂടെ കേട്ടോ നമ്മൾ കയറി വന്ന വഴി അതുണ്ടോ, ഇതിൽ കൂടെ ഇങ്ങനെ കറങ്ങി നമ്മളിങ്ങനെ കയറി വന്നത്. എന്നാ രസമാണല്ലേ. ഇവിടുത്തെ ഒരു വീഡിയോ എടുക്കാം നമുക്ക്, എന്നിട്ട് നമുക്ക് കാണാം. അതിൻ്റെ മേളിൽ കൂടെ കയറിപ്പോൻ അങ്ങോട്ട് വഴിയുണ്ട് കേട്ടോ. ഇത് നമ്മുടെ നെല്ല്. ഇതിൻ്റെ മേളിൽ കയറിയാലും കൊള്ളോട്ടോ. ഞാൻ മേളിലേക്ക് ഒന്ന് കയറി നോക്കാം. എൻ്റെ മേളിൽ വഴി ഓ എൻ്റെ പൊന്നു ബ്രോ, ഇവിടെ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെയും പൊളിയാ. ഇലവിടെ പൂച്ചറ പോലെ മറ്റു ചെറിയൊരു പവർ സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പൊതുവെ നോക്കി എൻ്റെ പൊന്നടാ, ഇവിടുത്തെ വൈബ് തീർന്നില്ല. ഒരു ദിവസം മൊത്തത്തിൽ ഒന്ന് അടിച്ചു പൊളിക്കാനുണ്ട് ബ്രോ. ഇവിടെ ഫാമിലി ആയിട്ടും ഇവിടെ കാട്ടുതീയാന്ന് തോന്നുന്നുണ്ട്. അവിടെ ചെറുതായിട്ട് പുകയും കാര്യങ്ങളെല്ലാം കാണുന്നുണ്ട്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് കേട്ടോ, വണ്ടർഫുൾ എക്സ്പീരിയൻസ്. ഏതായാലും എന്നോട് പറഞ്ഞ ആളേതായാലും പൊളിച്ചതായാലും. അപ്പോൾ നമ്മളേതായാലും അടിച്ചു പൊളിച്ച് ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ബ്രോ കയറി വരുന്നുണ്ട്. നോക്കിക്ക് എന്നെ രസമാണല്ലേ കാണാനായിട്ട്. ഇങ്ങനത്തെ ഒരു വേറെ വൈബാട്ടോ സത്യം പറഞ്ഞാൽ. ഇവിടുത്തെ ചാടി നമ്മൾ താഴെ പോയി കാണുന്നത് സത്യം പറഞ്ഞാൽ തമിഴ്നാട്ടിലായിരിക്കും. ഇവിടെ ചാടിക്കുന്ന താഴെ തമിഴ്നാട്, ഇത് കേരളവും അത് തമിഴ്നാടും. അത്ര വൈബാട്ടോ മച്ചാമാരെ. നമ്മുടെ പങ്കാളിനെ കൂടെ നമ്മൾ കയറി ഇവിടെ എത്തി. ഏതാ ബ്രോ? ഇതാണ് ചതുരംഗപ്പാറ. ചതുരംഗപ്പാറ സത്യം പറഞ്ഞാൽ കുറെ പേരെല്ലാം ഉണ്ടല്ലോ ചതുരംഗപ്പാറ കൊള്ളത്തില്ല, അല്ലെങ്കിൽ വലിയ സെറ്റപ്പ് എക്സ്പ്ലോർ ചെയ്യാനില്ലാന്നൊക്കെ പറഞ്ഞ് അങ്ങ് അടിച്ചമർത്തി അങ്ങോട്ട് അണ്ടർ റേറ്റഡ് ആക്കിയിട്ടേക്കണം. സത്യം പറഞ്ഞാൽ നല്ലൊരു മുറ്റ് പ്ലേസ്. നിങ്ങൾക്ക് അത് കാണുമ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടോ. നമ്മുടെ ഗോപ്രോയിലെ വ്യൂ എന്ന് പറയുന്നത് നല്ല വൈഡ് ആയിട്ടുള്ള വ്യൂ ആണ്. ആ വൈഡ് വ്യൂ കൂടെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കണ്ണുകൊണ്ട് കണ്ട് കഴിഞ്ഞാൽ എന്ത് രസമായിരിക്കും ഇത്. ലൈഫിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ബ്രോ സ്ഥിരം ബ്രോയുടെ വീഡിയോസിൽ പറഞ്ഞൊരു വാക്കാണ്, നിങ്ങൾ ലൈഫിൽ ഒരു തവണയെങ്കിലും വന്ന് ബ്രോ പോകുന്ന സ്ഥലത്തെല്ലാം എക്സ്പ്ലോർ ചെയ്യണം. കാരണം അത് പറയാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് കാണുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, ഒരു പവറും ഉണ്ട്. അത് നമ്മളൊരു എക്സ്പ്ലോറിംഗ് ഉണ്ട്. അത് നിങ്ങളും അനുഭവിച്ചറിയാൻ വേണ്ടി തന്നെയാണ് പറഞ്ഞത്. ചെറിയ സ്ഥലങ്ങളായിക്കോട്ടെ വലിയ സ്ഥലങ്ങളായിക്കോട്ടെ എക്സ്പ്ലോർ ചെയ്യുക അല്ലേ, പൊളിച്ചടുക്കുക ഗൈസ്. നമുക്ക് കുറച്ച് കാഴ്ചകളുണ്ട് ഇവിടെ. ഇത് കൂടെ കയറിപ്പോയി മേളിൽ കാണാനുണ്ട്. കുറച്ച് അഡ്വഞ്ചർ ആയിട്ടുള്ള സ്ഥലങ്ങൾ, കുറച്ച് കാര്യങ്ങളും കൂടെ നമുക്ക് ഇവിടെ ഉണ്ട്. പക്ഷേ വേറെ ആരെയും കാര്യം നമ്മൾ വന്ന വഴിക്ക് 1-2 പേരെ കണ്ടായിരുന്നു. കുറച്ച് ഫാമിലീസ് ഒക്കെ താഴെ കയറി വരുന്നുണ്ട്. ഒത്തിരി തിരക്കോ ബാക്കി കാര്യങ്ങളൊന്നുമില്ല. ഇതുപോലെ സൺസെറ്റ് ഓഫ് റോഡും അത് തന്നെ സൺസെറ്റ് സൺറൈസ് മാത്രമല്ല. ഇവിടെ നമുക്ക് നട്ടുച്ചയ്ക്ക് വന്നാൽ പോലും ഇപ്പോൾ സമയം ഏകദേശം ഒരു 3 മണി ആയി തോന്നുന്നില്ലേ. 3 മണി ടൈം ആയപ്പോൾ പോലും നമുക്കിവിടെ കിട്ടുന്ന വൈബ് തന്നെയുണ്ട്. വലിയ വെയിലോ കാര്യങ്ങളൊന്നുമില്ല. ഇപ്പോഴത്തെ വെയിലും കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാം കേരളത്തിൽ. എന്നിട്ട് പോലും ഇത്ര കിടിലനായിട്ട് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങളും വന്ന് ട്രൈ ചെയ്യണം. മസ്റ്റായിട്ട് ഈ സ്ഥലം എന്ന് പറയുന്നത്. നമ്മുടെ ചാനൽ കാണുന്ന പലരും ഇപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകുന്നുണ്ട്. മറക്കാണ്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ്, ട്രാവൽ വീഡിയോസ്, എൻ്റർടൈൻമെൻറ്റ് ആപ്ലിക്കേഷൻസ് ആൻഡ് പൈസ കിട്ടുന്ന തരത്തിലുള്ള പല കാര്യങ്ങളും നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. നിങ്ങൾ മസ്റ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും നമ്മളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മച്ചാമാരെ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളിലേക്ക് പോവാം. ഓക്കെ, മേലോട്ട് പിന്നെ കയറി പോട്ടോ. വഴിയുണ്ടോ? ഓ എൻ്റെ
നമുക്ക് ഇത് ഇടയ്ക്ക് ഓടിപ്പോയി നോക്കട്ടോ. എന്റെ പൊളിയായിട്ടുണ്ട് കേട്ടോ. ഇത് ഇത്ര മാരകമാവുന്നു ഞാൻ ഓർത്തില്ല കേട്ടോ. ഇത് നോക്കിയേ എന്റെ പൊന്ന് മച്ചാമാരെ, എനിക്ക് ശരിക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മച്ചാമാരെ. സത്യം പറഞ്ഞ ഈ സ്ഥലം ഒരു മഞ്ഞുണ്ടെങ്കിൽ ഇത്ര നന്നായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെ തിരുക്കുടങ്ങാര് പോയാൽ കോട്ടങ്ങാനൂരിൻ്റെ പോയാൽ താഴെ പോയി. അപ്പോൾ ഗൈസ് നമ്മുടെ ചതുരംഗപ്പാറയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഒന്നും കൂടെ പറയുന്നു, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ മസ്റ്റായിട്ട് കമൻറ്റ് ചെയ്യുക. ഒരുപാട് പേര് കാണുന്നുണ്ടെന്ന് അറിയാം. ഉള്ളവരെല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ ഒരു വിലയേറിയ ഒരു കമൻറ്റ് ഇടാൻ മറക്കരുത് മച്ചാമനെ. അപ്പം നമുക്കേതായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ ബ്രോ. ടാറ്റാ.